ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉടുപ്പി സ്റ്റൈൽ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉടുപ്പി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു അര കപ്പ് തൂരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്, ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ടിക്കായം ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് മൂടി വെച്ച് ഒരു വിസിലടിച്ച് വേവിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും മുളകൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള എണ്ണയിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മത്തങ്ങയും മുരിങ്ങക്കായും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങയുടെ തൊലി കളയാണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള മത്തങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ തൊലിയൊന്നും കളയാണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മത്തങ്ങ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ മത്തങ്ങ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഈ കഷ്ണങ്ങളിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനായിട്ട് മുഴുവൻ മുളക് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ പൊടികളിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോവാണ്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും മല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്തത് ഇതിൽ വന്നിട്ടില്ല കേട്ടോ, അത് ആ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉടുപ്പി സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതാണ് ശർക്കര, മധുരം. അതിൽ ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറവിടാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതൊന്നും ഇത്തിരി നേരം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കറി മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഉടുപ്പി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സാമ്പാറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.